എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന വിധിയുണ്ടായിരുന്നു. ആ വിധിയെക്കുറിച്ച് വലിയ പ്രാധാന്യത്തോടുകൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇതിൽ ജസ്റ്റിസ് ഡോക്ടർ സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ഡൽഹി മദ്യ നയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ പ്രതിസ്ഥാനത്തുള്ള ആ കേസിൽ അവർക്ക് അനുകൂലമായിട്ട് ആ കേസിൽ വിധി വന്നിരുന്നു. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് CBI ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്തിരുന്നു. ആ പെറ്റീഷൻ പരിഗണിക്കുന്നതിന് മുൻപ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ മാറണം, അവർ ഈ കേസിൽ നിന്ന് റെക്യൂസ് ചെയ്ത് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേജ്രിവാളും സംഘവും അപേക്ഷ നൽകിയിരുന്നു. ആ റെക്യൂസൽ പെറ്റീഷൻ പരിഗണിച്ചതിന് ശേഷം അതിനെ പൂർണ്ണമായും മെറിറ്റോറിയസ് ആയിട്ട് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ തന്നെ തള്ളിയ ഒരു വിധിയാണിത്. 115 പേജുകളുള്ള ഒരു വിധിയാണ്. താൻ എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് റെക്യൂസൽ അനുവദിക്കാതിരിക്കാൻ ഉള്ള കാരണങ്ങൾ ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് സാധാരണ ഒരു റെക്യൂസൽ ഓർഡർ മാത്രമല്ല, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയായി കൂടി വേണം അതിനെ പരിഗണിക്കാൻ. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ ഉണ്ടായത്, ഇനി ഈ കേസിൻ്റെ ഭാവി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇതിലാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റെക്യൂസൽ ആപ്ലിക്കേഷൻ എന്നാണ്. ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന ജഡ്ജിന് ഏതെങ്കിലും തരത്തിലുള്ള ബയാസ് ഉണ്ടാകും എന്നുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു ഭയം ആ കേസിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിക്ക് തോന്നിയാൽ ആ ജഡ്ജ് മാറി നിന്ന് പകരം മറ്റൊരു ജഡ്ജ് ആ കേസ് കേൾക്കണം എന്നാവശ്യപ്പെടുന്നതിനാണ് റെക്യൂസൽ പെറ്റീഷൻ ഉപയോഗിക്കുന്നത്. ഈ കേസിൽ കേജ്രിവാൾ ഉൾപ്പെടെ 6 പ്രതികളുണ്ട്. അവരുടെ ആവശ്യം ഇതുതന്നെയായിരുന്നു. അവർ വ്യക്തമായി പറഞ്ഞത് ജഡ്ജ് സ്വർണകാന്ത ശർമ്മയുടെ വ്യക്തിപരമായ സത്യസന്ധതയിൽ തങ്ങൾക്ക് സംശയമില്ല, പക്ഷേ മനസ്സിൽ ഒരു അപ്രഹെൻഷൻ അഥവാ ഒരു സംശയം അപ്പോഴുമുണ്ട് എന്നാണ്. അതിന് അവരുന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നോക്കേണ്ടത് 2026 മാർച്ച് മാസം 9 ഒരു ഇൻ്ററിം ഓർഡർ പാസ്സായിരുന്നു. ഇതിൽ ആദ്യ ഹിയറിങ്ങിൻ്റെ ദിവസം CBIയെ മാത്രം കേവലം 5 മിനിറ്റ് കേട്ട് ട്രയൽ കോടതിയുടെ ഡിസ്ചാർജ് ഓർഡർ പ്രൈമ ഫേസി തെറ്റാണ് എന്ന് ഇതേ ജഡ്ജ് നിരീക്ഷിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രതികൾ ഹാജരല്ലാതിരുന്ന സമയത്ത് ഈ ഓർഡർ പാസ്സാക്കി എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. തന്നെയുമല്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കെതിരെയുള്ള റിമാർക്ക് സ്റ്റേ ചെയ്തതും അവരുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയായിരുന്നു. ഇനി അടുത്ത കാരണം, ജഡ്ജ് ഇതിനു മുമ്പ് കേജ്രിവാളിൻ്റെയും സിസോദിയയുടെയും ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന സമയത്ത് അതേപോലെ അറസ്റ്റ് ചാലഞ്ച് ചെയ്തിരുന്ന കേസുകൾ ഇതെല്ലാം തന്നെ അതിൽ ഇടപെട്ട് ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അവർക്കെതിരെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ട്രയൽ കോടതിയുടെ ഡിസ്ചാർജ് ഓർഡറിന് ഇത് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. അതിനാൽ ജഡ്ജിന് ഒരു പ്രജുഡീസോടുകൂടി അല്ലെങ്കിൽ ഒരു മുൻവിധിയോടുകൂടി ഈ കേസിനെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കേജ്രിവാളും സിസോദിയും ഒക്കെ തന്നെ വാദിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതൊരു പൊളിറ്റിക്കൽ ബയാസാണ്. ഇതേ ജഡ്ജ് അഖില ഭാരതീയ അധിവക്ത പരിഷത്ത് എന്ന ഒരു റൈറ്റ് വിങ് സംഘടന സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. തങ്ങളുടെ രാഷ്ട്രീയ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്, അതുകൊണ്ട് തന്നെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട് എന്നും അവരുടെ താല്പര്യത്തിന് കൂടി ചേരുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം ജഡ്ജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് അവർ പറഞ്ഞ മറ്റൊരു കാരണം. ഇനി ഇത് കൂടാതെ മറ്റൊരു കാരണം ജഡ്ജുമായി നേരിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ഒരു TV പ്രസ്താവന നടത്തിയപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റ് വരുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള മുൻധാരണ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു വെർഡിക്റ്റ് ഈ ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന രീതിയിൽ കെജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെയും മനസ്സിൽ ഒരു സംശയം, ഒരു ആപ്രിഹെൻഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ മറ്റൊരു വാദം. ഇനി ഇത് കൂടാതെ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ, ഇതേ ജഡ്ജിൻ്റെ ബന്ധുക്കളുടെ പ്രൊഫഷണൽ എൻഗേജ്മെൻറ്റുകൾ, അതിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഇവർ പറഞ്ഞത് ജസ്റ്റിസ് മസ്റ്റ് ബി സീൻ ടു ബി ഡൺ എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ ബയാസ് ഉള്ള ഒരു ജഡ്ജ് ഇരുന്ന് കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്ക് നീതി ഇവിടെ നടപ്പാക്കപ്പെട്ടു എന്ന് ഒരു തോന്നൽ പോലും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് കേജ്രിവാളിനുണ്ടായിരുന്നത്. ഇതിനുവേണ്ടി മനീഷ് സിസോദിയുടെ അഭിഭാഷകൻ രാമായണത്തിലെ അഗ്നിപരീക്ഷയുടെ ഉദാഹരണം പോലും പ്രയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഓരോ പോയിന്റിനുമാണ് ജഡ്ജ് സ്വർണകാന്ത ശർമ്മ മറുപടിയായിട്ട് പോയിന്റ് ബൈ പോയിന്റ് വിശദമാക്കി കാര്യങ്ങൾ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് ഈ റെക്യൂസൽ പെറ്റീഷൻ പരിഗണിച്ച് അതിനെ അപ്രൂവ് ചെയ്ത് ഈ കേസിൽ നിന്ന് താൻ മാറി നിൽക്കുന്നതായിരുന്നു കൂടുതൽ എളുപ്പമെന്നാണ്. പക്ഷേ ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി താൻ ഈ ആപ്ലിക്കേഷൻ കേട്ട് അതിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ റെക്യൂസൽ പെറ്റീഷൻ പരിഗണിക്കാതിരിക്കുകയോ അത് കേട്ടതിന് ശേഷം അവർ മാറി നിൽക്കുകയോ അല്ല ചെയ്തത്, മറിച്ച് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മെറിറ്റോറിയസ് ആയിട്ട്
തൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു റോങ് പ്രസിഡന്റ് സെറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ ഇത് കേട്ട് അതിൽ ഉചിതമായിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ ഇവിടെ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ മാർച്ച് മാസം 9-ാം തീയതി ഉണ്ടായിരുന്ന ഓർഡറിനെ സംബന്ധിച്ചാണ്. ഇതിൽ ജഡ്ജ് വ്യക്തമാക്കുന്നത് ആദ്യ ദിവസത്തെ ഇൻ്ററിം ഓർഡറിൽ പ്രൈമ ഫേസി നിരീക്ഷണങ്ങൾ സാധാരണ ജുഡീഷ്യൽ പ്രാക്ടീസ് ആണ് എന്നാണ്. അത് ഒരു തരത്തിലും ഫൈനൽ ഫൈൻഡിംഗ് അല്ല. ഇതിൽ അപേക്ഷകർ തന്നെ സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്ചാർജ് ഓർഡർ ഒരിക്കലും സ്റ്റേ ചെയ്തിട്ടില്ല. അതിനാൽ ഒരു തരത്തിലുള്ള പ്രജുഡിസും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ജഡ്ജ് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കെതിരെയുള്ള റിമാർക്സ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരു റുട്ടീൻ പ്രോസസ്സാണ്. മുഴുവൻ ഓർഡർ ചാലഞ്ച് ചെയ്ത സാഹചര്യത്തിൽ അത് സ്വാഭാവികവുമാണ്. ജഡ്ജിന് ഫയൽ വായിച്ച് വ്യൂ ഉണ്ടാക്കാൻ എത്ര സമയം വേണമെന്ന് ലിറ്റിഗന്റ് ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു വാദം കൂടി ജഡ്ജ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം ഫയൽ വായിച്ചതിന് ശേഷം അവർക്ക് അതിലൊരു അഭിപ്രായ രൂപീകരണത്തിന് എത്ര സമയം എടുക്കണം എന്നതിനെക്കുറിച്ച് ഒരിക്കലും ആ കേസിലെ കക്ഷിയല്ല തീരുമാനിക്കേണ്ടത്. അത് ജഡ്ജിൻ്റെ തീരുമാനത്തിന് വിടുകയാണ് ഉചിതം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിലൊരു അനാവശ്യ തിടുക്കം, ഒരു അൺഡ്യൂ ഹേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എംപിമാരും MLAമാരും ഉൾപ്പെട്ട കേസുകൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രയോറിറ്റി ആയിട്ട് നടത്തുന്നത്. അതല്ലാതെ ആ പ്രയോറിറ്റി എന്നത് ഒരിക്കലും അൺഡ്യൂ ഹേസ്റ്റ് അല്ല, അഥവാ അനാവശ്യമായിട്ടുള്ള ഒരു ധൃതിയല്ല. മറ്റ് റിവിഷൻ പെറ്റീഷനുകളുമായി താരതമ്യം ചെയ്യുന്നത് തെറ്റാണ്. കാരണം റിപ്ലൈകൾക്ക് മതിയായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്ന് ജഡ്ജ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത്, ഒരു ബയാസ് സൃഷ്ടിക്കാൻ മുൻപുള്ള ഇവരുടെ ജഡ്ജ്മെൻറ്റുകൾ ഒരുപക്ഷെ കാരണമായേക്കും. അതുകൊണ്ട് തന്നെ പ്രജുഡിസോടുകൂടി തന്നെയാണ് ഈ കേസിനെ ഒരുപക്ഷെ ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ കാണുക എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഒരേ ഫാക്റ്റുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുൻപ് പാസ്സായിരിക്കുന്ന ഓർഡറുകൾ ഒരു തരത്തിലുള്ള ബയാസും സൃഷ്ടിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതല്ല എങ്കിൽ ഓരോ ബെയിൽ ഓർഡറിന് ശേഷവും റെക്യൂസൽ ആവശ്യപ്പെടുന്ന ഒരു രീതി ഉണ്ടാകും. അതിന് ഫോറം ഷോപ്പിംഗ് എന്നാണ് പറയുക. അതായത് എനിക്ക് താല്പര്യമില്ലാത്ത ജഡ്ജ് എൻ്റെ കേസ് കേൾക്കേണ്ട എന്ന തരത്തിൽ ഓരോരുത്തരും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്രിമിനൽ കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി ജഡ്ജിമാരെ കിട്ടാതെ വരും. അങ്ങനെ ഓരോ സ്റ്റേജിലും ജഡ്ജ് അന്നത്തെ മെറ്റീരിയൽ അനുസരിച്ച് തീരുമാനമെടുക്കുന്നു. അത് മെറിറ്റോറിയസ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പരിഗണിക്കേണ്ടത് എന്നാണ് ജസ്റ്റിസ് ഡോക്ടർ സ്വർണ്ണകാന്ത ശർമ്മ പറയുന്നത്. പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ പ്രസ്താവനയെക്കുറിച്ച് ഇവർ പറയുന്നത്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര മന്ത്രിയുടെ TV സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതുവഴി ജഡ്ജിയുടെ ന്യായബോധത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ഒരു തരത്തിലും ജഡ്ജിൻ്റെ ന്യായബോധത്തിനെ ബാധിക്കുകയുമില്ല. കാരണം ഒരു ജഡ്ജ് നിയമമനുസരിച്ച് തൻ്റെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അതല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യവും തൻ്റെ തീരുമാനത്തിനെ ബാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയുമാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് എവിടെയെങ്കിലും ഒരു പ്രസ്താവന പറഞ്ഞു എന്ന് കരുതി അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ നാട്ടിലെ കോടതി സംവിധാനം പ്രവർത്തിക്കുന്നത്. അവിടെ ഉചിതമായിട്ടുള്ള തീരുമാനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടാണ് ജഡ്ജികൾ തീരുമാനിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിനെ മൊത്തം നമ്മൾ ചോദ്യം ചെയ്യുകയാണ് എന്ന് പറയേണ്ടി വരും. അതല്ല എങ്കിൽ പൊളിറ്റിക്കൽ കേസ് ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ നേതാക്കളോ ഭരണകർത്താക്കളോ അഭിപ്രായം പറയാൻ പാടില്ല എന്നും വരും. അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിഘാതവുമായി തീരും എന്നുള്ള ഒരു വൈരുദ്ധ്യം കൂടി ഇവിടെ കേജ്രിവാളും സംഘവും മനസ്സിലാക്കേണ്ടിയിരുന്നു. അടുത്തത്, ഈ റൈറ്റ് വിങ് സംഘടന അധിവക്ത പരിഷത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തതിനെക്കുറിച്ചാണ്. അത് കേവലം ഒരു റൈറ്റ് വിങ് അജണ്ടയുടെ പരിപാടിയല്ല, മറിച്ച് ഒരു ലീഗൽ സെമിനാറാണ്. ലീഗൽ സെമിനാറുകളിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബയാസിനെ തെളിയിക്കുന്നില്ല. ഇനി അഥവാ അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെയുള്ള ജഡ്ജിമാർ ഇത്തരത്തിലുള്ള പല ലീഗൽ ഫോറങ്ങളിലും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നീട് വരുന്ന രാഷ്ട്രീയ കേസുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് ജുഡീഷ്യൽ സംവിധാനത്തിനെ തന്നെ തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് പരിപാടിയിൽ പങ്കെടുത്തു, ആ പരിപാടിയുടെ സ്വഭാവം എന്താണ്, അതൊരു ലീഗൽ സെമിനാറാണോ അതോ ഒരു രാഷ്ട്രീയ പരിപാടിയാണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയോടുകൂടി വേണം ഇത്തരത്തിലുള്ള ആപ്രിഹെൻഷൻസ് ഒക്കെ തന്നെ കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചും ജഡ്ജ് പറയുന്നുണ്ട്. ഇനി ഒന്ന്, അവരുടെ ബന്ധുക്കളുടെ പലതരത്തിലുള്ള എൻഗേജ്മെൻറ്റിനെ പറ്റി പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്ന പോസ്റ്റുകളോ ബന്ധുക്കളുടെ കാര്യങ്ങളോ ഒക്കെ തന്നെ അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത തരത്തിലുള്ള അലഗേഷൻസ് ആയിട്ട് മാത്രം നിലനിൽക്കുകയാണ്. അതൊന്നും തന്നെ ഒരിക്കലും ഒരു ജഡ്ജിൻ്റെ ബയാസിനെ അതിനെ ആരോപിക്കുന്നതിനുള്ള ഒരു ഗ്രൗണ്ട് പോലും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം നമ്മുടെ കോടതികളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ജഡ്ജിമാർക്ക് എല്ലാവർക്കും നിരവധി ബന്ധുക്കളുണ്ട്. അവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. അതൊക്കെ അവർ പ്രകടിപ്പിക്കുന്നു എന്ന് കരുതി അതെല്ലാം ഈ ജഡ്ജിനെ ബാധിക്കുന്നു, അവരുടെ തീരുമാനങ്ങളെ ബാധിക്കുന്നു എന്ന് കരുതിയാൽ നമ്മുടെ നാട്ടിൽ കോടതി സംവിധാനമോ ജഡ്ജികളോ ഉണ്ടാവുകയില്ല എന്നൊരു കാര്യം കൂടി കേജ്രിവാളും കൂട്ടരും ഓർക്കേണ്ടതായിരുന്നു. ഒരു തരത്തിലും പ്രൂവ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ബയാസ് അലഗേഷൻസ് ആണ് ഇവിടെ കേജ്രിവാൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇനി ഏറ്റവും വലിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത്
ഈ ജഡ്ജ് ഈ അപേക്ഷകരായിട്ടുള്ള കെജ്രിവാളിനോടും കൂട്ടരോടും അവരുടെ നീതീകരിക്കാനാകാത്ത ക്രമരഹിതമായിട്ടുള്ള ഒരു സ്റ്റാൻഡിനെ എക്സ്പോസ് ചെയ്യുന്നു എന്നതിലാണ്. കാരണം ഈ പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ തന്നെ കെജ്രിവാളും സിസോദിയും സംഘവും പറയുന്നത് ജഡ്ജിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ഒരു തരത്തിലും സംശയിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ജഡ്ജിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇൻടാക്റ്റ് ആണ് എന്നറിയുന്ന, അവരുടെ ഇൻറ്റഗ്രിറ്റിയിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ലാത്ത ആൾക്കാർ എന്തുകൊണ്ടാണ് അവർ ആ കേസ് കേൾക്കുന്നതിൽ നിന്നും മാറി നിൽക്കണം എന്നാവശ്യപ്പെടുന്നത് എന്നുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. ഏതെങ്കിലും തരത്തിൽ ജഡ്ജിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ റെക്യൂസൽ പെറ്റീഷൻ കൊണ്ടുവരുന്നത് എങ്കിൽ അതിന് ഒരു വാലിഡായിട്ടുള്ള ഗ്രൗണ്ടെങ്കിലുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ജഡ്ജ് പൂർണ്ണമായിട്ടും റൈറ്റിയസ് ആണ്, ഒരു തരത്തിലും അവരുടെ ഇൻറ്റഗ്രിറ്റി സംശയിക്കപ്പെടേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വൈരുദ്ധ്യമാണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് ജസ്റ്റിസ് ഡോക്ടർ സ്വർണകാന്ത ശർമ്മ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്ന രാമായണവുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. അഗ്നിപരീക്ഷ ഉദാഹരണം സിസോദിയുടെ അഭിഭാഷകൻ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ജസ്റ്റിസ് ഷുഡ് ബി സീൻ ടു ബി ഡൺ എന്നുള്ളൊരു കാര്യവുമുണ്ട്. അതായത് ബയാസ് ഉള്ള ഒരു ജഡ്ജ്, നേരത്തെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള, അങ്ങനെയുള്ള പല ഓർഡറുകളും ഇറക്കിയിട്ടുള്ള ഒരു ജഡ്ജ് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ് എങ്കിൽ അതിൽ നീതി നിർവഹിക്കപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് ഷുഡ് ബി സീൻ ടു ബി ഡൺ എന്നൊരു കാര്യവും അഗ്നിപരീക്ഷ ഉദാഹരണവുമൊക്കെ കെജ്രിവാളും സിസോദിയുമൊക്കെ കൊണ്ടുവന്നത്. ഇവിടെ ഈ അഗ്നിപരീക്ഷ ഉദാഹരണം പൂർണ്ണമായിട്ടും ജഡ്ജ് തള്ളിക്കളയുകയാണ്. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു കേസിലെ ഒരു കക്ഷിയുടെ സബ്ജക്റ്റീവായിട്ടുള്ള ആപ്രിഹെൻഷൻ, അവരുടെ സംശയം, അത് പൂർണ്ണമായിട്ട് ബയാസിന് വേണ്ടിയിട്ടോ അഗ്നിപരീക്ഷ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടോ മതിയാവില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ജഡ്ജിൻ്റെ ഇൻറ്റഗ്രിറ്റി ആരും തന്നെ സംശയിക്കുന്നില്ല. അവസാനം ജുഡീഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഈ കേസിലെ ഒരു കക്ഷിയുടെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഒരു ജഡ്ജ് മാറി നിന്ന് കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിൻ്റെ ദൗർബല്യമായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതായത് അവർക്കെതിരെ ഉയർത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എങ്കിൽ കൂടി മാറി നിൽക്കാനാണ് തീരുമാനമെടുക്കുന്നത് എങ്കിൽ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ് ആയിട്ട് കരുതപ്പെടും എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ജഡ്ജ് പറയുന്നത് ഇങ്ങനെ ബയാസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു കേസിലെ കക്ഷി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യമായി മാറരുത്. അതായത് അവർ ഒരിക്കലും അത് മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല. റെക്യൂസൽ ചെയ്തിരുന്നുവെങ്കിൽ അത് ആരോപണങ്ങളുടെ സമ്മതമായിട്ട് മാറുമായിരുന്നു. അതായത് ജഡ്ജിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ സംശയമില്ല, പക്ഷേ അവരുടെ പഴയ പല ജഡ്ജ്മെൻറ്റുകൾ, അവർക്കുണ്ടാകുന്ന ബയാസ്, അവർ പങ്കെടുത്ത പരിപാടികൾ, അവരുടെ ബന്ധുക്കളും മറ്റുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവരുടെ സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ, ഇതെല്ലാം തന്നെ ശരിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കുറ്റസമ്മതമായിട്ട് റെക്യൂസൽ മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ ഡിസിപ്ലിൻ നിലനിർത്തുക എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ റെക്യൂസൽ പെറ്റീഷനെ തള്ളിക്കളയുന്നത്. ഇനി മെയിൻ റിവിഷൻ പെറ്റീഷൻ മെറിറ്റിൽ തന്നെ കേൾക്കും എന്നാണ് ജഡ്ജ് പറയുന്നത്. സത്യത്തിൽ ഈ വിധി പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി അതിൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഒരു സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാതെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഹൈ പ്രൊഫൈലായിട്ടുള്ള രാഷ്ട്രീയ കേസാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ജഡ്ജിമാർ മാത്രം അത് കേട്ടാൽ മതി എന്ന തരത്തിലുള്ള ഒരു ഫോറം ഷോപ്പിംഗ് തടയുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള സന്ദേശമാണ് ജസ്റ്റിസ് ഡോക്ടർ സ്വർണകാന്ത ശർമ്മയുടെ ഈ വിധിയിലുള്ളത്. ഒരു സ്ത്രീ കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു സ്ത്രീപക്ഷ നിലപാട് എന്ന രീതിയിൽ കൂടി ഇതിനെ കാണാം. കാരണം രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് ഒക്കെ തന്നെ തുടർച്ചയായി വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജാണ്. എങ്കിലും ഈ കേസിൻ്റെ മെറിറ്റിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ തൻ്റെ ഇൻറ്റഗ്രിറ്റിയെ മാത്രമല്ല ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ മൊത്തമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ കേസ് മെറിറ്റിൽ തന്നെ കേൾക്കും, റെക്യൂസൽ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം അവർ ഈ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തുടർന്നും മെറിറ്റിൽ തന്നെ കേൾക്കാൻ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയ്ക്ക് കഴിയട്ടെ. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയത്തിൽ വിധിയുണ്ടാകട്ടെ. ഒരു ജഡ്ജിനെ, അതും ഒരു വനിതയെ, അനാവശ്യമായിട്ടുള്ള ആക്ഷേപങ്ങളുടെ പേരിൽ, ആരോപണങ്ങളുടെ പേരിൽ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാത്ത പലതരത്തിലുള്ള ചിന്തകളുടെ പേരിൽ ഒരിക്കലും വില്ലനൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ജസ്റ്റിസ് ഡോക്ടർ സ്വർണകാന്ത ശർമ്മയുടെ ഈ തീരുമാനത്തിന് പൂർണ്ണമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.